നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഡിഷാണല്ലേ ചമ്മന്തി. എന്നാൽ ആ ചമ്മന്തി നമുക്ക് ഒരല്പം സ്പെഷ്യലായി വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയാലോ. ഇങ്ങനെ നിങ്ങൾ ചമ്മന്തി തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഫുഡിൻ്റെ എമൗണ്ട് അൺലിമിറ്റഡ് ആയിരിക്കും. കാരണം അത്ര ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ വറ്റൽമുളകും ഉപ്പുമാണ് വേണ്ടിയത്. തേങ്ങ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ചെറിയുള്ളി, 6-7 വറ്റൽമുളക്, ഒരു തണ്ട് വേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വേണ്ടിയത്ര വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മൊരിയിച്ച് എടുക്കണം. നല്ല ചൂടായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഈ പാനിലിട്ടിട്ട് ഇത് ചൂടാക്കി എടുക്കണം. ചുട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് കൂടും. ഇപ്പോൾ ചുട്ട് എടുക്കാൻ കനലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പാനിലിട്ടിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ നമ്മൾ ഇതിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മൊരിഞ്ഞ് വരാത്ത ഭാഗമൊക്കെ എല്ലാ സൈഡും ഒരേപോലെ നമ്മൾ ഇത് മൊരിയിച്ച് എടുക്കണം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചുട്ടെടുക്കണം. അപ്പോൾ ആദ്യത്തെ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കളർ ഇതാ ഇതുപോലെ അങ്ങ് ചേഞ്ച് ആവണം. ഇനി നമുക്ക് അടുത്തത് ആ പാനിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പും പിന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതും നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുക്കണം. ഈ ഉപ്പിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ ഇതിലിട്ടിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണമെന്നൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഈ ചമ്മന്തി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയിൽ ഉണ്ടാക്കി നോക്കണം. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇതിന് കൂടെ സൈഡ് ഡിഷായിട്ട് വേണമെന്നില്ല, ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഉപ്പിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. പിന്നെ ചമ്മന്തി പൊടിച്ചെടുക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം ചേർത്താലും മതി, അല്ലാതെ വീണ്ടും ഇത് ഉപ്പ് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കണം എന്നില്ല. ഇനി നമുക്ക് ഇത് ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ മുളകിൻ്റെ ആ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 5 ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം. എന്നിട്ട് തേങ്ങ ചേർത്താൽ മതി. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഫുഡ് കഴിക്കാൻ മടി കാണിക്കുന്ന മക്കളാണെങ്കിൽ പോലും ഈ ചമ്മന്തിൻ്റെ ടേസ്റ്റ് കാരണം അവർ ഫുഡ് കഴിച്ചോളും. കാരണം അപ്പാര ടേസ്റ്റാണ് ഈ ചമ്മന്തി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്